ಊರೆಲ್ಲ ಬರ್ತಾರೆ. ನೀವು ಬನ್ನಿ ಊರೆಲ್ಲ ಬರ್ತಾರೆ. മംഗളൂരു കെ.സി. റോഡിലെ കോട്ടക്കാർ സഹകാരി ബാങ്കിൽ പട്ടാപ്പകലാണ് വൻ കവർച്ച. മുഖംമൂടി ധരിച്ചെത്തിയ അഞ്ചംഗ സംഘം ജീവനക്കാരെ തോക്കു ചൂണ്ടി ബന്ദികളാക്കിയാണ് കവർച്ച നടത്തിയത്. സ്വർണവും പണവും ഉൾപ്പെടെ 12 കോടിയോളം രൂപയുടെ കവർച്ച നടന്നതായാണ് പ്രാഥമിക നിഗമനം. കേരള കർണാടക അതിർത്തിയിലെ ടോൾ ഗേറ്റിന് സമീപത്തായാണ് കോട്ടക്കാർ സഹകാരി ബാങ്ക്. കവർച്ച നടക്കുന്ന സമയത്ത് 5 ജീവനക്കാരാണ് ബാങ്കിലുണ്ടായിരുന്നത്. തോക്ക്, വടിവാൾ, കത്തി എന്നിവ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കറുത്ത ഫിയറ്റ് കാറിലാണ് സംഘം എത്തിയത്. സംഘം ഹിന്ദിയിലായിരുന്നു സംസാരിച്ചിരുന്നതെന്ന് ജീവനക്കാർ മൊഴി നൽകി. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതായി കർണാടക സ്പീക്കർ UT ഖാദർ പറഞ്ഞു. ಕೋಟೆಕಾರ್ ಸಹಕಾರಿ ಕೋಆಪರೇಟಿವ್ ಸೊಸೈಟಿ ಬಹುಶಃ ಇವತ್ತು ಮಧ್ಯಾಹ್ನ ಬಹುಶಃ ಯಾರು ಕೂಡ ಇವತ್ತು ಜನರು ಕಡಿಮೆ ಇದ್ದ ಸಂದರ್ಭದಲ್ಲಿ ಬಂದು ಇವತ್ತು ಬೆದರಿಸಿ ತಲ್ವಾರ್ ಮತ್ತು ಇವತ್ತು ಆ ಒಂದು ಜನಗಳನ್ನು ತೆಗೆದುಕೊಂಡು ಬಂದು ಬೆದರಿಸಿ ರೂಢಿ ಮಾಡಿ ರೆಕಾರ್ಡ್ ಮಾಡಿ ಇವತ್ತು ದರೋಡೆ ಮಾಡಿ ಹೋಗಿದ್ದಾರೆ. ಬಹುಶಃ ಈಗಾಗಲೇ ನಾವಿಲ್ಲಿ ಬಂದು ಈಗಾಗಲೇ ಅಧ್ಯಕ್ಷರು ಶೆಟ್ಟಿ ಮತ್ತು ಅಬುಸಾರಿ ಉಪಾಧ್ಯಕ್ಷರು ಆಡಳಿತ ಸಮಿತಿ ಎಲ್ಲರೂ ಇಂದು ಚರ್ಚೆ ಮಾಡಿದ್ದೇವೆ. ಒಂದು, ಪೊಲೀಸ್ ಇಲಾಖೆ ಸಂಪೂರ್ಣ ಸಹಕಾರ ಕೊಡುವುದು. ಪೊಲೀಸ್ ಇಲಾಖೆಯವರು ಸ್ಪೆಷಲ್ ಟೀಮ್ ಇದಕ್ಕೆ ಮಾಡಿಕೊಂಡು ಆನೆಸ್ಟ್ ಅಧಿಕಾರಿಗಳನ್ನು ಸಿಬ್ಬಂದಿಗಳನ್ನು ಹಾಕಿ ಆದಷ್ಟು ಬೇಗನೆ ಪತ್ತೆ ಹಚ್ಚಲು ಕ್ರಮ ಕೈಗೊಳ್ಳುವುದು ಮಾತ್ರ ಅಲ್ಲ, ಇನ್ನು ಮುಂದೆ ಈ ರೀತಿಯ ಈ ದರೋಡೆಕೋರರಿಗೆ ಧೈರ್ಯ ಬರದ ರೀತಿಯಲ್ಲಿ ಕ್ರಮ ಕೊಡಬೇಕು ಹೇಳಿ ಕೂಡ ನಾವು ಸೂಚಿಸ್ತೇವೆ. ಪೊಲೀಸ್ ಇಲಾಖೆ ಈಗಲೇ ಇದಕ್ಕೆ ಸನ್ನದ್ಧರಾಗಿ ಈಗಾಗಲೇ ಬೇಕಾದ ಎಲ್ಲ ಅಲರ್ಟನ್ನು ಕೂಡ ಇವತ್ತು ನಮ್ಮ 4 ಸುತ್ತಮುತ್ತಲಿನ ಪ್ರಮುಖ ರಸ್ತೆಗಳು ಮತ್ತು ನಮ್ಮ ಕೇರಳ ಗಡು ಭಾಗದ ರಸ್ತೆಗಳೆಲ್ಲ ಕೂಡ ಮಾಹಿತಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಚೆಕ್ ಪೋಸ್ಟಲ್ಲಿ ಇವತ್ತು ಸೂಚನೆ ಕೊಟ್ಟಿದ್ದಾರೆ. ಅದರಲ್ಲಿ CC ಕ್ಯಾಮೆರಾ ಚೆಕ್ ಮಾಡಿ ಈಗಾಗಲೇ ಪ್ರಾರಂಭ ಮಾಡಿ ನಮಗೆ ವಿಶ್ವಾಸ ಇದೆ ಆದಷ್ಟು ಶೀಘ್ರದಲ್ಲಿ ಇದನ್ನು ಪೊಲೀಸರು ಪತ್ತೆ ಹಚ್ತಾರೆ ಅಂತೇಳಿ ನಾವು ಊರವರು ಸರ್ವರೂ ಸಹಕಾರ ಕೊಡಬೇಕು ಮತ್ತು ಗರ್ಭಿಣಿಯಾಗಲು ಸಮಾಧಾನ ಇರಬೇಕು ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತೇವೆ. 25നും 35നും ഇടയിൽ പ്രായമുള്ളവരാണ് കവർച്ച നടത്തിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. പ്രതികളെത്തിയ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. സംഭവത്തിന് ശേഷം സംഘം മംഗളൂരു ഭാഗത്തേക്കാണ് കടന്നുകളഞ്ഞതെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരു ബീദറിൽ 2 സുരക്ഷാ ജീവനക്കാരെ വെടിവെച്ച് 94 ലക്ഷം രൂപ കവർച്ച നടത്തിയത്. SBI ബാങ്കിന്റെ ATMിലേക്ക് നിറയ്ക്കാൻ കൊണ്ടുവന്ന പണമായിരുന്നു കവർന്നത്. മുഖംമൂടി ധരിച്ച് ബൈക്കിലെത്തിയ സംഘം പിന്നീട് പണവുമായി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ പ്രതികളെ പിടികൂടുന്നതിനായി ഊർജിതമായ അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് മംഗളൂരുവിൽ സമാനമായ സംഭവം നടന്നത്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു.